നാട്ടുകാർക്കരെ ഒന്നടങ്കം നടുക്കിയ ദുരന്തം. രാവിലെ ഏകദേശം 9 മണിയോടുകൂടിയായിരുന്നു മേനക എന്ന യുവതി താൻ ജോലി ചെയ്യുന്ന സീതത്തോടുള്ള അംഗനവാടിയിലേക്ക് പുറപ്പെട്ടത്. മീനാർ അംഗനവാടിയിലെ ഹെൽപ്പറായ മേനകയ്ക്ക് വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ അംഗനവാടിയിൽ എത്തുകയുള്ളൂ. ആനയും കടുവയും പുലിയുമെല്ലാം ഇടയ്ക്കിടെ ഇറങ്ങാറുള്ള വനമേഖല കൂടി ആയതുകൊണ്ട് തന്നെ കൊടും വനത്തിലൂടെയുള്ള റോഡിലൂടെയാണ് മേനക അംഗനവാടിയിലേക്ക് സ്ഥിരമായി പോകാറുള്ളത്. 1 വർഷം മുൻപ് പ്രദേശത്ത് വെച്ച് ഒരു യുവാവിനെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തീർത്തും കരുതലോടുകൂടിയാണ് മേനക ആ വഴി നടന്നു പോയത്. അംഗനവാടി ലക്ഷ്യമാക്കി വനത്തിലൂടെ നടന്നു പോകുന്നതിനിടയിലായിരുന്നു ഏകദേശം 9:30 മണിയോടുകൂടി മേനകയുടെ ഫോണിലേക്ക് ഒരു കോൾ എത്തിയത്. തന്റെ ചെറിയച്ഛനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മേനക അദ്ദേഹത്തോട് ഫോണിൽ വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി മേനക അലറി വിളിച്ച് കരയുന്ന ശബ്ദം ഫോണിന്റെ മറുതലയ്ക്കൽ സംസാരിച്ചു കൊണ്ടിരുന്ന മേനകയുടെ പിതൃസഹോദരൻ കേട്ടത്. എന്താണ് മോളെ, എന്ത് പറ്റിയെന്ന് പിതൃസഹോദരൻ പലതവണ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും മേനകയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. വൈകാതെ മൊബൈൽ ഫോൺ താഴെ വീഴുകയും കോൾ കട്ടാവുകയും ചെയ്തതിനെ തുടർന്ന് പിതൃസഹോദരൻ വീണ്ടും വിളിച്ചെങ്കിലും മേനക ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. മേനകയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പിതൃസഹോദരൻ ഉടൻ തന്നെ വിവരം മേനകയുടെ ബന്ധുക്കളെയും അയൽവാസികളെയും ഒക്കെ അറിയിച്ചു. മേനകയെ വന്യമൃഗങ്ങൾ ഏതെങ്കിലും ആക്രമിച്ച് കാണുമെന്ന് കരുതി വിവരം കേട്ട ഉടൻ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അംഗനവാടി ലക്ഷ്യം വെച്ച് മേനക പോയിട്ടുള്ള ആ വഴിയിലേക്ക് ഓടി. മീനാറിലേക്കുള്ള കാനനപാതയിൽ നാട്ടുകാർ തിരച്ചിൽ ആരംഭിച്ചു. വന്യമൃഗ ആക്രമണമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കരുതി വനപാലകരും തിരച്ചിലിലൊപ്പം ചേർന്നു. എന്നാൽ മേനകയെ ആ പ്രദേശത്തെങ്ങും കണ്ടെത്താൻ നാട്ടുകാർക്കോ വനപാലകർക്കോ കഴിഞ്ഞില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും മേനകയെ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത സാഹചര്യത്തിൽ അന്വേഷണം വനത്തിലേക്ക് നീണ്ടു. നാട്ടുകാരും വനപാലകരും വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തി. മേനക എവിടെയെങ്കിലും പരിക്കേറ്റ് കിടക്കുകയാണെങ്കിൽ തിരച്ചിൽ സംഘത്തിന്റെ വിളി അവൾ കേൾക്കുന്നതിനു വേണ്ടി മേനക എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് നാട്ടുകാരും വനപാലകരുമൊക്കെ വനത്തിനുള്ളിൽ മേനകയെ അന്വേഷിച്ച് നടന്നത്. അങ്ങനെയാണ് തിരച്ചിൽ നടത്തുന്ന സംഘം ഗവിയാർ തോടിന് സമീപം എത്തിയത്. തോടിന് സമീപത്ത് ഒരു രൂപം കിടക്കുന്ന കാഴ്ച നാട്ടുകാരിൽ ചിലർ കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു സ്ത്രീരൂപമാണെന്ന് നാട്ടുകാർക്ക് വ്യക്തമായി. തലഭാഗം വെള്ളത്തിലും ഉടൽ കരയിലുമായുള്ള നിലയിലാണ് ആ സ്ത്രീരൂപം കിടക്കുന്നത്. ചുരിദാറാണ് വേഷം, ടോപ്പ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. പാന്റും അടിവസ്ത്രങ്ങളും വലിച്ചു കീറിയ അവസ്ഥയിലാണ്. അതിക്രൂരമായി ആ സ്ത്രീ കൊല്ലപ്പെട്ട് കിടക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി. ഭയപ്പെടുത്തുന്ന ആ കാഴ്ച ഒരു നോട്ടം നോക്കാൻ മാത്രമേ നാട്ടുകാരിൽ പലർക്കും കഴിഞ്ഞുള്ളൂ. അംഗനവാടിയിലേക്കുള്ള ആ യാത്രയിൽ വെച്ച് മേനകയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മൂഴിയാർ സ്റ്റേഷനിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം സംഭവസ്ഥലത്തേക്ക് എത്തി. പോലീസ് സംഘം ഉടൻ തന്നെ 5 കിലോമീറ്റർ അകലെയുള്ള ഗവിയാർ മേഖലയിലേക്ക് യാത്ര തിരിച്ചു. പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഫോറൻസിക് സംഘത്തിന് ഒരു കാര്യം വ്യക്തമായി. മേനകയെ ആക്രമിച്ചിരിക്കുന്നത് വന്യമൃഗങ്ങളല്ല. മൃഗങ്ങൾ ആക്രമിച്ചാൽ ഉണ്ടാകുന്നത് പോലെയുള്ള പാടുകളല്ല മേനകയുടെ ശരീരത്തിലുള്ളത്. മേനകയെ ആരോ അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. യുവതിയുടെ തല തോട്ടിലെ വെള്ളത്തിലേക്ക് ബലമായി പിടിച്ച് മുക്കിപ്പിടിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ശരീരം മാത്രം തോടിന് പുറത്ത് കരയിലേക്ക് കിടക്കുകയാണ്. വസ്ത്രങ്ങൾ പൂർണ്ണമായും വലിച്ചു കീറിയ അവസ്ഥയിലാണ്. ബലപ്രയോഗം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ശരീരത്തിൽ ബലപ്രയോഗത്തിനിടയിലുണ്ടായ മുറിവുകളും ചതവുകളും കാണാം. കൊലപ്പെടുത്തുന്നതിന് മുൻപ് മേനകയെ വനത്തിലൂടെ കുറേയധികം ദൂരം വലിച്ചിഴച്ചതിന്റെ പാടുകളുണ്ട്. കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ അതിനു മുൻപ് നടന്ന ചില കാര്യങ്ങൾ ആ സമയത്താണ് നാട്ടുകാർ പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. മേനകയ്ക്ക് എന്തോ അപകടം പറ്റിയെന്ന് അവരുടെ പിതൃസഹോദരൻ നാട്ടുകാരെ അറിയിച്ച സമയത്തായിരുന്നു നാട്ടുകാർ മീനാർ റോഡിൽ തിരച്ചിൽ ആരംഭിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണമെന്ന് കരുതി വനപാലകരുൾപ്പെടെ തിരച്ചിൽ ആരംഭിച്ച സമയത്തായിരുന്നു മീനാർ ഭാഗത്തെ വനത്തിൽ നിന്നും ഒരാൾ റോഡിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച നാട്ടുകാർ കണ്ടത്. മേനകയെക്കുറിച്ച് അയാളോട് അന്വേഷിച്ചെങ്കിലും മേനക എന്നൊരാളെ താൻ കണ്ടിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു ആ വ്യക്തി പറഞ്ഞത്. ഏകദേശം 40 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന വിനോദ് എന്ന വ്യക്തിയായിരുന്നു അത്. ആ വ്യക്തിയെക്കുറിച്ച് പോലീസ് സംഘം നാട്ടുകാരോട് വിശദമായി തന്നെ ചോദിച്ചു. അപ്രതീക്ഷിതമായി വിനോദിനെ ആ കാടിന് സമീപത്ത് വെച്ച് കണ്ടപ്പോൾ നാട്ടുകാർ അയാളോട് പല കാര്യങ്ങളും ചോദിച്ചിരുന്നു. ആ പ്രദേശത്ത് തന്നെയുള്ള തങ്കയ്യ എന്നു പേരുള്ള ഒരു ആദിവാസിയുടെ ബന്ധുവാണ് താനെന്നും വനമൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് അവിടേക്ക് എത്തിയതെന്നും താനിപ്പോൾ വണ്ടിപ്പെരിയാർ മേഖലയിലേക്ക് പോവുകയാണെന്നും അയാൾ നാട്ടുകാരെ അറിയിച്ചിരുന്നു. ബസ് അന്വേഷിച്ചാണ് താൻ കാട്ടിൽ നിന്ന് വന്നതെന്നും അയാൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനിടയിൽ വിനോദിന്റെ കാലിൽ പറ്റിയിരിക്കുന്ന ചോരപ്പാടുകൾ നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. സാധാരണയായി മീനാർ ഭാഗത്തുള്ള ആദിവാസികൾ തേനും കുന്തിരിക്കവും എടുക്കുന്നതിനായി വനത്തിലേക്ക് പോകാറുള്ളത് പതിവാണ്. ആ സമയത്ത് അവരുടെ കാലിൽ അട്ട കടിക്കാറുമുണ്ട്. അങ്ങനെയായിരിക്കാം വിനോദിന്റെ കാലിൽ ചോര പറ്റിയിരിക്കുന്നതെന്ന് നാട്ടുകാർ കരുതിയിരുന്നു. വിനോദിന്റെ കാലിൽ ചോര പറ്റിയിരിക്കുന്നതെന്ന് തങ്ങൾ കരുതിയെന്നും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. ആ പ്രദേശത്ത് വെച്ച് സംശയാസ്പദമായ നിലയിൽ ആരെയെങ്കിലും കണ്ടിരുന്നോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിനാണ് നാട്ടുകാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നാട്ടുകാരുടെ മൊഴി കേട്ട ഉടൻ തന്നെ പോലീസ് സംഘം ഗവിയിലെ ബസ് സ്റ്റോപ്പിലേക്ക് പുറപ്പെട്ടു. ഗവിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് ഇടയ്ക്കിടെ KSRTC ബസ്സുകളുണ്ട്. ബസ് സ്റ്റോപ്പിലെത്തി പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും അവിടെയെങ്ങും വിനോദിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
എന്നാൽ വിനോദിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ വണ്ടിപ്പെരിയാറിലുള്ള ബസ്സിലേക്ക് കയറി പോയതായി അവിടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസ് സംഘത്തിന് സ്ഥിരീകരണം ലഭിച്ചു. അത് മാത്രവുമല്ല, ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന ആളുകളുടെ മൊഴി അനുസരിച്ച് വിനോദ് എന്ന വ്യക്തിക്കൊപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും കുമളിയിലേക്കുള്ള KSRTC ബസ്സിലാണ് ഒരു കുട്ടിയുമായി ഇയാൾ അടിയന്തരമായി കയറിപ്പോയത്. ഇതോടുകൂടി പോലീസിന്റെ നീക്കവും വേഗത്തിലാക്കി. ബസ് ഗവിയിൽ നിന്ന് പുറപ്പെട്ട സമയം കണക്ക് കൂട്ടിയാൽ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് പിന്നിടാനുള്ള സാധ്യത കുറവാണ്. ഉടൻ തന്നെ മൂഴിയാർ പോലീസ് വണ്ടിപ്പെരിയാർ പോലീസിനെയും വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലും വിവരം അറിയിച്ചു. പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി കുമളിക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. മെലിഞ്ഞ ശരീരമുള്ള വ്യക്തി ഷർട്ടും ചുവന്ന നിറത്തിലുള്ള മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത്. കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട്. മൂഴിയാർ പോലീസ് നൽകിയ വിവരമനുസരിച്ച് വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള പോലീസ് സംഘം വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ലക്ഷ്യം വെച്ച് നീങ്ങി. വണ്ടിപ്പെരിയാറിൽ നിന്നും 9 കിലോമീറ്റർ അകലെയാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലാ അതിർത്തിയിലെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിലെ വനം വകുപ്പിനെയും പോലീസ് എയ്ഡ് പോസ്റ്റിലും പോലീസ് സംഘം നേരത്തെ തന്നെ വിവരം അറിയിച്ചിരുന്നു. പത്തനംതിട്ട കുമളി KSRTC ബസ് എത്തിയാൽ തന്നെ ചെക്ക് പോസ്റ്റിൽ തടയണം. ഗവിയിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരമുണ്ട് ചെക്ക് പോസ്റ്റിലേക്ക്. വനപാതയിലൂടെ വളരെ പതുക്കെയാണ് ബസ് കുമളിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പോലീസ് സംഘം വള്ളക്കടവിൽ എത്തിയെങ്കിലും KSRTC ബസ് എത്തിയിരുന്നില്ല. അല്പം കൂടി കാത്തു നിൽക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. പെട്ടെന്നാണ് ഹോൺ മുഴക്കിക്കൊണ്ട് 11:45 ഗവി ഭാഗത്തു നിന്നും KSRTC ബസ് എത്തുന്നത് പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ചെക്ക് പോസ്റ്റിലെ ബാരിയർ താഴ്ത്താൻ പോലീസ് നിർദ്ദേശം നൽകി. കൈ കാണിച്ച് KSRTC ബസ് അവിടെ തന്നെ നിർത്തിക്കുകയും ചെയ്തു. ശേഷം പോലീസ് സംഘം 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മുന്നിലെയും പിന്നിലെയും വാതിലിലൂടെ അതിവേഗമാണ് KSRTC ബസ്സിനുള്ളിലേക്ക് ഇരച്ചു കയറിയത്. KSRTC ബസ്സിനുള്ളിൽ നടത്തിയ തിരച്ചിലിൽ നിന്നും മൂഴിയാർ സ്റ്റേഷനിൽ നിന്ന് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതേ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരനെ പോലീസ് സംഘം കണ്ടെത്തുകയും ചെയ്തു. താൻ ഗവിയിൽ നിന്നാണ് വരുന്നതെന്നും വണ്ടിപ്പെരിയാറിലേക്കാണ് പോകുന്നതെന്നും ചെറുപ്പക്കാരൻ പോലീസിനോട് പറഞ്ഞു. അയാളുടെ സംസാരത്തിലുണ്ടായിരുന്ന പരുങ്ങൽ പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അയാൾക്കൊപ്പം ബസ്സിൽ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ തന്നെ അയാളൊന്ന് വിളറി വെളുത്തു. അത് തന്റെ അമ്മാവന്റെ മകളാണെന്ന് പതിഞ്ഞ സ്വരത്തിൽ അയാൾ പോലീസിന് മറുപടിയും നൽകി. മൂഴിയാർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം പറഞ്ഞ വ്യക്തിയെ തന്നെയാണോ തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതെന്നറിയുന്നതിനായി ഇതിനിടയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ആ ചെറുപ്പക്കാരന്റെ ഒരു ഫോട്ടോ എടുത്ത് മൂഴിയാർ പോലീസിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ചെറുപ്പക്കാരന്റെ ചിത്രം ലഭിച്ച ഉടൻ തന്നെ മൂഴിയാറിൽ നിന്നുള്ള പോലീസ് സംഘം ആ ചിത്രം അവിടെയുണ്ടായിരുന്ന നാട്ടുകാരെയൊക്കെ കാണിച്ചു. മീനാർ ഭാഗത്തെ വനത്തിൽ നിന്നും ഇറങ്ങി വന്ന അതേ ചെറുപ്പക്കാരൻ തന്നെയാണ് ചിത്രത്തിലുള്ളതെന്ന് നാട്ടുകാർ പോലീസിന് സ്ഥിരീകരണവും നൽകി. അത് വിനോദ് എന്ന വ്യക്തി തന്നെയാണെന്ന് അങ്ങനെയാണ് പോലീസ് സംഘം ഉറപ്പിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി മൂഴിയാർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘത്തിന്റെ സന്ദേശം ലഭിച്ചതോടുകൂടി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം അയാളെ കസ്റ്റഡിയിലെടുത്തു. ബസ്സിൽ നിന്നും വിനോദിനെ പിടിച്ചിറക്കിയ പോലീസ് സംഘം അയാളെ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. വൈകാതെ തന്നെ മൂഴിയാറിൽ നിന്നുള്ള പോലീസ് സംഘം വണ്ടിപ്പെരിയാറിലെത്തി വിനോദിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച വിനോദിനെ പോലീസ് സംഘം കാര്യമായി തന്നെ ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ തനിക്കൊന്നും അറിവില്ല എന്ന് പറഞ്ഞിരുന്ന വിനോദ് പിന്നീട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഒരു ഭാവവ്യത്യാസവും കൂടാതെയാണ് വിനോദ് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പനയ്ക്കെത്തിക്കുന്ന വ്യക്തിയാണ് വിനോദ് കുമാർ. തന്റെ ചെറിയ മകളെയും കൊണ്ടാണ് വിനോദ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയിരുന്നത്. ഇതിനിടെയാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ മകളെയും കൊണ്ട് ഒരാഴ്ച മുൻപ് വിനോദ് ഗവിയിലെത്തിയത്. മൂഴിയാറിൽ നിന്നും വളരെ അകലെയായതിനാൽ ഗവിയിൽ താമസിച്ചായിരുന്നു വിനോദ് കുമാർ വനവിഭവങ്ങൾ ശേഖരിച്ചിരുന്നത്. ഇതിനായി ഗവിയിൽ നിന്നും മീനാറിലേക്ക് പോകുന്ന വനപാതയിൽ നിന്നും ഏറെ ദൂരെയല്ലാതെ ഒരു കുടിൽ കെട്ടി വിനോദും മകളും താമസവും ആരംഭിച്ചു. പൊളിഞ്ഞു വീഴാറായ ആ കുടിയിലാണ് രാത്രിയും പകലും അവർ തങ്ങിയത്. ഭക്ഷണം പാകം ചെയ്യലും ഉറക്കവുമൊക്കെ ആ കുടിലിൽ തന്നെയായിരുന്നു. മീനാറിലേക്കുള്ള പാതയിൽ 1 വർഷം മുൻപ് കടുവയുടെ ആക്രമണത്തിൽ പ്രദേശവാസിയായ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. ഇതോടുകൂടി ആ വഴിയിലൂടെ അധികമാരും പോയിരുന്നില്ല. പകൽ സമയത്ത് പോലും ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ. അങ്ങനെ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടയിലായിരുന്നു ഒരു യുവതി സ്ഥിരമായി മീനാറിലൂടെ രാവിലെയും വൈകിട്ടും ഒറ്റയ്ക്ക് നടന്നു പോകുന്ന കാഴ്ച വിനോദ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. യുവതിയുടെ സഞ്ചാരം പതിവായി വിനോദ് കുമാർ മാറി നിന്ന് ശ്രദ്ധിക്കുന്നത് പതിവായി. യുവതി സ്ഥിരമായി മീനാറിലേക്ക് പോകുന്ന സമയവും തിരികെ വരുന്ന സമയവുമൊക്കെ അങ്ങനെയാണ് വിനോദ് കുമാർ മനസ്സിലാക്കിയത്. ഗവിയിൽ നിന്ന് മീനാറിലേക്കുള്ള 4 കിലോമീറ്റർ ദൂരത്തിൽ ഭൂരിഭാഗവും ആളൊഴിഞ്ഞ സ്ഥലമാണെന്നുള്ളത് വിനോദ് കുമാർ ഇതിനിടയിൽ കണ്ടെത്തിയിരുന്നു. രാവിലെ 8:30 മകളെയും കൊണ്ട് ഗവിയിലേക്കുള്ള ബസ് സ്റ്റോപ്പിൽ വിനോദ് കുമാർ എത്തി. മേനക വരുന്നതും നോക്കി വിനോദ് അവിടെ കാത്തുനിന്നു. രാവിലെ 9 മണിയോടുകൂടി ഗവിയിലെ വീട്ടിൽ നിന്നും മേനക ഇറങ്ങി മീനാറിലേക്കുള്ള വനപാതയിലേക്ക് കയറി. ഈ സമയത്ത് ബസ് സ്റ്റോപ്പിലായിരുന്നു വിനോദ് നിന്നിരുന്നത്. മേനക വിജനമായ വനപാതയിലേക്ക് നടന്നു നീങ്ങിയതും മകളെ ബസ് സ്റ്റോപ്പിലിരുത്തി വിനോദും മേനകയ്ക്ക് പിന്നാലെ അവൾ അറിയാതെ നടന്നു തുടങ്ങി. മേനക പോയ അതേ വഴിയിലൂടെ വിനോദ് വീണ്ടും വീണ്ടും നടന്നു. മേനകയെ 1 കിലോമീറ്ററോളം അയാൾ ഒളിച്ച് പിന്തുടർന്നു. അതിനിടയിലായിരുന്നു മേനകയുടെ ഫോണിലേക്ക് പിതൃ സഹോദരൻ വിളിച്ചത്. എല്ലാം മറന്ന് വീട്ടുകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മേനക നടന്നു പോകുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും വിനോദ് ചാടി വീണത്. ആ സമയത്തായിരുന്നു മേനകയുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദം മറുതലയ്ക്കൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പിതൃ സഹോദരൻ കേട്ടത്.
ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി മറുതലയ്ക്കലുണ്ടായിരുന്ന ചെറിയച്ഛന് നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇതിനോടകം തന്നെ ഫോൺ കട്ടാവുകയും ചെയ്തു. മേനക അതിശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും മേനകയെ ആ റോഡിൽ നിന്നും വലിച്ചിഴച്ച് താഴെയുള്ള തോടിന്റെ ഭാഗത്തേക്കാണ് വിനോദ് കൊണ്ടുപോയത്. ഗവിയാർ തോടിന്റെ കരയിലേക്കാണ് മേനകയെ അയാൾ കൊണ്ടുപോയത്. മേനകയുടെ തലയുടെ ഭാഗം ആ തോട്ടിലേക്ക് താഴ്ത്തി അയാൾ ക്രൂര കൊലപാതകം നടത്തി. ഇതിനിടയിൽ മേനകയെ അതിക്രൂര പീഡനത്തിനും ഇരയാക്കി. യുവതി കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച് വിനോദ് തിരികെ റോഡിലേക്ക് കയറി. മൽപിടുത്തത്തിനിടയിൽ വിനോദിന്റെ കാലിൽ ചെറിയ രീതിയിൽ മുറിവ് പറ്റിയിരുന്നു. തിരികെ ഗവിയിലേക്ക് വരുന്ന വഴിയിൽ വെച്ചാണ് നാട്ടുകാർ വിനോദിനെ കണ്ടത്. നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഒരു ഭാവഭേദവുമില്ലാതെ ഇയാൾ മറുപടിയും നൽകി. തുടർന്ന് ബസ് സ്റ്റോപ്പിലെത്തിയ ശേഷം പെൺകുട്ടിയുമായി കുമളി ബസ്സിൽ കയറി വണ്ടിപ്പെരിയാറിലേക്ക് പുറപ്പെട്ടു. പ്രതിയുടെ കുറ്റസമ്മതത്തിന് പിന്നാലെ മൂഴിയാർ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അതിക്രൂര പീഡനം നടത്തിയതായി പ്രതി സമ്മതിച്ചിട്ടില്ല. യുവതിയെ താൻ തോട്ടിലേക്ക് പിടിച്ചു തള്ളിയപ്പോൾ യുവതി തറയിൽ തലയടിച്ച് വീണാണ് മരണപ്പെട്ടതെന്നാണ് വിനോദ് ആദ്യം പോലീസിനെ അറിയിച്ചത്. കൊല്ലപ്പെട്ട മേനകയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. മുൻപ് മറ്റൊരു കേസിൽ ജയിലിൽ കഴിഞ്ഞ ആളാണ് വിനോദ് എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കൊലപാതക ശ്രമമാണ് അന്നും വിനോദ് നടത്തിയത്. അതേസമയം ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെ ആദിവാസി ഉന്നതിയിൽ നിന്ന് വിനോദ് കുമാർ കടത്തിക്കൊണ്ടു വന്നതാണെന്നുള്ള സൂചനയും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. കേസന്വേഷണത്തിൽ അതിവേഗം പ്രതിയിലേക്കെത്താൻ പോലീസിന് കഴിഞ്ഞത് നിർണായകമായി എത്തിയ ആ ഫോൺ കോൾ ആയിരുന്നു. മൊബൈൽ ഫോണിൽ മേനക സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ആക്രമണത്തിനിരയായത്. ആ സമയത്ത് മേനകയ്ക്ക് എന്തോ സംഭവിച്ചുവെന്ന് അവരുടെ ഇളയച്ചന് മനസ്സിലായതിനെ തുടർന്നായിരുന്നു നാട്ടുകാർ ഇതിലിടപെട്ടത്. നാട്ടുകാർ അതിവേഗം തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും മേനകയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനിടയിൽ വനത്തിൽ നിന്നിറങ്ങി വന്ന വിനോദ് കുമാർ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരാളാണ് ഇതിന് പിന്നിലെന്ന് അതിവേഗം കണ്ടെത്താൻ കഴിഞ്ഞത്. പ്രദേശത്ത് CCTV ക്യാമറകൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പ്രതി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ പോലീസ് സംഘം ആകെ കുഴഞ്ഞുപോയേനെ. പ്രതിയിലേക്ക് എത്തുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും അങ്ങനെയെങ്കിൽ ലഭിക്കുമായിരുന്നില്ല. കാട്ടുപാതയായതിനാൽ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്നാണ് ആ പ്രദേശത്തുള്ള ആളുകൾ കഴിയുന്നത്. ആ പാതയിലൂടെയാണ് തന്റെ ഭർത്താവും മക്കളുമൊത്തുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ മേനക 5 കിലോമീറ്റർ അകലെയുള്ള അങ്കനവാടിയിലേക്ക് പതിവായി നടന്നുപോയിരുന്നത്. വർഷങ്ങളായി മീനാർ അങ്കനവാടിയിൽ തന്നെയാണ് മേനക ജോലി ചെയ്തിരുന്നത്. മേനകയുടെ കൊലപാതകത്തിൽ പകച്ചു നിൽക്കുകയാണ് ഗവി എന്ന കൊച്ചു ഗ്രാമം. ലയങ്ങളിൽ താമസിക്കുന്നവരുടെ കുട്ടികളെ കളിച്ചിരികളുടെ ലോകത്തേക്ക് വഴികാട്ടിക്കൊണ്ടിരുന്ന അങ്കനവാടി ഹെൽപ്പറുടെ അകാലത്തിലുള്ള വേർപാട് പ്രദേശവാസികളെ കണ്ണീരിലാഴ്ത്തുകയാണ്. മരണം ഒരു നരാധമന്റെ രൂപത്തിൽ തന്നെ പിടികൂടുമെന്ന് ഒരിക്കലും മേനക പ്രതീക്ഷിച്ചിരുന്നില്ല. മേനകയുടെ കൊലപാതകത്തിന് പിന്നാലെ 15 വർഷം മുൻപ് മേഖലയിൽ നടന്ന മറ്റൊരു യുവതിയുടെ തിരോധാനവും ചർച്ചയാവുകയാണ്. 15 വർഷം മുൻപുണ്ടായ ഭൂലോകലക്ഷ്മിയുടെ തിരോധാനം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഗവി ഏലത്തോട്ടത്തിലെ ക്ലർക്കായിരുന്നു ഭൂലോകലക്ഷ്മി. ഭർത്താവ് ഡാനിയേലിനും കുട്ടികൾക്കുമൊപ്പം കൊച്ചുപറമ്പിലുള്ള KSDCയുടെ 7-ാം നമ്പർ ക്വാർട്ടേഴ്സിലായിരുന്നു ഭൂലോകലക്ഷ്മിയും കുടുംബവും താമസിച്ചിരുന്നത്. ഭർത്താവ് സ്ഥലത്തില്ലാതിരുന്ന ഒരു രാത്രിയിൽ ഭൂലോകലക്ഷ്മിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതെയാവുകയായിരുന്നു. സംഭവം നടക്കുന്ന ദിവസം ജോലി കഴിഞ്ഞ് വൈകിട്ട് 6ഓടുകൂടി അവർ ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തിയതായി സമീപവാസികൾ പറയുന്നു. കുട്ടികളുമൊത്ത് നാട്ടിലേക്ക് പോയ ഭർത്താവിനോട് രാത്രി 8 മണി വരെ ഭൂലോകലക്ഷ്മി ഫോണിൽ സംസാരിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ പലതവണ ഭർത്താവ് ഡാനിയേൽ വിളിച്ചെങ്കിലും ഭൂലോകലക്ഷ്മി ഫോൺ എടുത്തില്ല. കുളിക്കുകയോ മറ്റുമാകുമെന്ന് കരുതി പലതവണ വീണ്ടും വിളിച്ചു നോക്കിയെങ്കിലും ലക്ഷ്മി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഭർത്താവ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. എന്നാൽ ഭൂലോകലക്ഷ്മിയെ അവിടെയെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ക്വാർട്ടേഴ്സ് ആകട്ടെ പൂട്ടിയ നിലയിലായിരുന്നു. ജോലിസ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ലക്ഷ്മി അവിടെ എത്തിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് ദാനിയേലിന് ലഭിച്ചത്. ഗവിയും പരിസര പ്രദേശങ്ങളും കാടും മലയുമെല്ലാം അരിച്ചു പറക്കിയെങ്കിലും ലക്ഷ്മിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലക്ഷ്മിയെ കാണാതായതിന്റെ തലേ ദിവസം രാത്രിയിൽ ക്വാർട്ടേഴ്സിന് സമീപത്ത് ഒരു വാഹനം വന്നിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസുകാരുടെ അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. പുറത്തുനിന്നും വരുന്ന വാഹനങ്ങൾക്ക് ചെക്ക് പോസ്റ്റ് കടക്കാതെ ഗവിയിലെത്താൻ കഴിയുകയില്ല. ഇത് സംബന്ധിച്ച് ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെ പോലീസ് സംഘം ചോദ്യം ചെയ്തെങ്കിലും നിർണായകമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി വരാത്ത സാഹചര്യത്തിൽ കേസന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റെടുത്തെങ്കിലും ലക്ഷ്മിയുടെ തിരോധാനത്തെക്കുറിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിനും കഴിഞ്ഞില്ല. ലക്ഷ്മിയെ കാണാതായ അതേ വനമേഖലയിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ മേനകയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. കേരളക്കരെ ഒന്നടങ്കം നടുക്കിയ മേനക കൊലക്കേസിൽ പോലീസ് സംഘം വൈകാതെ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. വിചാരണ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പ്രതി വിനോദിന് കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം.